നമസ്കാരം. കേരള മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകളാണ് ആലപ്പുഴയിൽ നിന്നും കൊച്ചിയിൽ നിന്നുമായി പുറത്തു വരുന്നത്. ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന വീടുകൾക്കുള്ളിൽ പോലും പെൺകുട്ടികൾ ക്രൂരമായ ലൈംഗിക വേട്ടയാടൽ ഇരയാകുന്നുവെന്ന ഭയാനകമായ സത്യമാണ് ഈ രണ്ട് സംഭവങ്ങളിലൂടെയും വ്യക്തമാകുന്നത്. ആലപ്പുഴ പുന്നപ്രയിൽ 14 വയസ്സുകാരെ സ്വന്തം പിതാവും അടുത്ത ബന്ധുക്കളും ചേർന്ന് കഴിഞ്ഞ 2 വർഷമായി പീഡിപ്പിക്കുകയായിരുന്നു. പിതാവ്, അച്ഛന്റെ സഹോദരി, ഭർത്താവ്, അയാളുടെ മകൻ, മറ്റൊരു ബന്ധു എന്നിവരാണ് ഈ ക്രൂര കൃത്യത്തിന് പിന്നിൽ. പുറത്താരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇവർ കുട്ടിയെ ഇരയാക്കിയത്. ഒടുവിൽ സഹികെട്ട് കുട്ടി തന്റെ സുഹൃത്തിനോട് വിവരം തുറന്നു പറഞ്ഞതോടെയാണ് ഈ കൊടും ക്രൂരത പുറംലോകം അറിഞ്ഞത്. സംഭവത്തിൽ പിതാവ് ഉൾപ്പെടെ 3 പേരെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തു. മറ്റൊരു നടക്കുന്ന വാർത്ത കൊച്ചി എളമക്കരയിൽ നിന്നുമാണ്. സ്വന്തം മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കൊല്ലപ്പെട്ട പെൺകുട്ടി 1 വർഷത്തോളമായി ക്രൂരമായ പീഡനത്തിനിരയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. മരണത്തിന് തൊട്ടു മുൻപ് ഈ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടിരുന്നു. കുട്ടിയുടെ അമ്മ ഈ വിവരങ്ങൾ നിഷേധിക്കുമ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ തെളിവുകൾ ഗൗരവകരമായ കുറ്റകൃത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സംഭവത്തിൽ എളമക്കര പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കുട്ടി പീഡിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് അമ്മയുടെ മൊഴി. 1 വർഷത്തോളമായി കുട്ടി പീഡനത്തിനിരയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പും ആ പിഞ്ചു ശരീരം പീഡനം നേരിട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ എളമക്കര പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. ആരാണ് പീഡിപ്പിച്ചത് എന്നതിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു സൂചനയില്ലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതൽ കുറ്റകൃത്യത്തിന്റെ സൂചനകളുണ്ടെന്നുമാണ് പോലീസ് പ്രതികരിച്ചത്. കേവലം ഒരു മരണ വാർത്ത എന്നതിലുപരി ആ വീടിന്റെ ചുമരുകൾക്കുള്ളിൽ നടന്ന അതിക്രൂരമായ പീഡനത്തിന്റെ കഥകളാണ് പുറത്തുവരുന്നത്. തുടക്കത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടോ കുടുംബ പ്രശ്നമോ കാരണമാകാം ഈ ഒരു കൊലപാതകമെന്ന് കരുതിയെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ പോലീസും ഡോക്ടർമാരും വരെ ഞെട്ടിപ്പോയി. കഴിഞ്ഞ 1 വർഷത്തോളമായി ആ കുട്ടി സ്വന്തം പിതാവിൽ നിന്ന് ക്രൂരമായ ലൈംഗിക പീഡനം അനുഭവിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തിയത്. ഈ കേസിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇതാണ്. ഡോക്ടർമാരുടെ കണ്ടെത്തൽ: കുട്ടിയുടെ ശരീരത്തിൽ മാസങ്ങളോളം പഴക്കമുള്ളതും പുതിയതുമായ നിരവധി പീഡന അടയാളങ്ങളാണ് ഡോക്ടർമാർ കണ്ടെത്തിയത്. അതായത് ആ പാവം കുഞ്ഞ് മാസങ്ങളായി ഈ നരകയാതന ഉള്ളിലൊതുക്കി കഴിയുകയായിരുന്നു. പോലീസിന്റെ നിഗമനം, താൻ ചെയ്യുന്ന ക്രൂരതകൾ എന്തെങ്കിലും പുറംലോകം അറിയുമെന്ന പേടിയോ അല്ലെങ്കിൽ പീഡന വിവരം ആരെങ്കിലും അറിഞ്ഞോ എന്ന ഭയമാകാം മകളെ കൊലപ്പെടുത്തി സ്വയം ജീവനെടുക്കുവാൻ ആ മനുഷ്യനെ പ്രേരിപ്പിച്ചത്. തന്റെ കുറ്റം ലോകം അറിയുന്നതിനേക്കാൾ ഭേദം മരണമെന്ന് അയാൾ കരുതി. അധികൃതരുടെ നിലപാട്: ബാലാവകാശ കമ്മീഷനും ചൈൽഡ് ലൈനും ഈ സംഭവത്തിൽ അതീവ ആശങ്കയിലാണ്. ഏറ്റവും സുരക്ഷിതമെന്ന് നാം വിശ്വസിക്കുന്ന വീട്ടിൽ വെച്ച് സ്വന്തം രക്തത്തിൽ നിന്ന് തന്നെ പീഡനം ഏൽക്കേണ്ടി വന്നത് നമ്മുടെ സുരക്ഷാ ബോധത്തിന്റെ പരാജയമാണ്. നാട്ടുകാരും ഞെട്ടലാണ്. പുറമേ കണ്ടാൽ ഒരു പ്രശ്നവുമില്ലാത്ത കുടുംബമാണെന്ന് നാട്ടുകാർ കരുതി വീട്ടിലാണ് ഇത്രയും വലിയൊരു ക്രൂരത നടന്നത്. ആരോടും പരാതിപ്പെടാനാകാതെ നിശബ്ദമായി ആ കുഞ്ഞ് അനുഭവിച്ച പേടി നമ്മൾക്ക് സങ്കല്പിക്കാനാകുന്നതിനും അപ്പുറമാണ്. 2 സംഭവങ്ങളിലും കുറ്റവാളികൾ കുടുംബാംഗങ്ങളോ അടുത്ത ബന്ധുക്കളോ ആണെന്നത് സമൂഹത്തിന് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സ്വന്തം ചോരയിൽ പിറന്നവരോടും കുടുംബത്തോടുമുള്ള വിശ്വാസം തകർന്ന രീതിയിൽ ക്രൂരതകൾ വർദ്ധിക്കുമ്പോൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കർശനമായ നിയമ നടപടികളും സാമൂഹിക ജാഗ്രതയും അനിവാര്യമായിരിക്കുന്നു. പുന്നപ്രയിൽ 14-കാരിയെ സ്വന്തം പിതാവും ബന്ധുക്കളും ചേർന്ന് പിച്ച് ചീന്തിയപ്പോൾ എളമക്കരയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടി നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരത കൂടിയാണ്. ഈ 2 സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരേ ഭീതിയിലേക്കാണ്. വീടിനുള്ളിലെ അദൃശ്യമായ പീഡനങ്ങൾ പലപ്പോഴും ഭീഷണികൾക്കും ഭയത്തിനു മുന്നിൽ ഈ കുരുന്നുകൾ നിശബ്ദരായി പോകുന്നു. അയൽപ്പക്കങ്ങളും അധ്യാപകരും സുഹൃത്തുക്കളും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയം അതിക്രമിച്ചു. പുന്നപ്രയിലും എളമക്കരയിലും ഇരകളാക്കപ്പെട്ടത് നമ്മുടെ മക്കളാണ്. ഇനി ഒരു കുഞ്ഞും ഈ ഒരു അവസ്ഥയിലേക്ക് വീഴാതിരിക്കുവാൻ നിയമവും സമൂഹവും ഒരുപോലെ ഉണരണം. കഴിഞ്ഞ 3 വർഷത്തിനിടെ വിവിധയിടങ്ങളിൽ വെച്ചാണ് ആ 14-കാരി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത്. 8 വയസ്സുള്ളപ്പോഴായിരുന്നു ആദ്യ പീഡനം. 8ാം വയസ്സിൽ അമ്മയുടെ സഹോദരനിൽ നിന്ന് പീഡനമേറ്റു. പോലീസ് പിടിയിലായ ഇയാൾ ജാമ്യത്തിലിറങ്ങി ആത്മഹത്യ ചെയ്തു. ഇതോടെ അമ്മ കുട്ടിയെ ഉപേക്ഷിച്ചു. പിന്നീട് CWCയുടെ സംരക്ഷണത്തിലേക്ക് മാറ്റി. 2022-ലാണ് കുട്ടിയെ പിതാവിന് കൈമാറിയത്. പിതാവ് കൂട്ടിക്കൊണ്ടുപോയത് സഹോദരിയുടെ വീട്ടിലേക്കും. ഇവിടെ വെച്ചാണ് വർഷങ്ങൾ നീണ്ട ലൈംഗിക വൈകൃതത്തിന് പിതാവ് മകളെ ഇരയാക്കിയത്. ഇതുകൂടാതെ പിതാവിന്റെ സഹോദരി ഭർത്താവും പിതാവിന്റെ സഹോദരിയുടെ മകനും മറ്റൊരു ബന്ധുവും പീഡിപ്പിച്ചു. പിതാവിനൊപ്പം വീട്ടിലിരുന്ന് മദ്യപിച്ച ശേഷമായിരുന്നു ബന്ധു പീഡനത്തിനിരയാക്കിയത്. പെൺകുട്ടി സുഹൃത്തിനോട് കഴിഞ്ഞ ദിവസം ഈ പീഡന വിവരം തുറന്നു പറയുകയായിരുന്നു. ഇതോടെയാണ് പോലീസിലേക്ക് സംഭവം എത്തിയത്. കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതോടെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തായി. പിതാവ് ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. 3 പേരെ അറസ്റ്റ് ചെയ്തു. പിതാവിന്റെ ബന്ധുവിനെ കൂടി പിടികിട്ടാനുണ്ട്. പെൺകുട്ടിയെ കുടുംബശ്രീയുടെ കീഴിലുള്ള സ്നേഹിത സെന്ററിന്റെ സംരക്ഷണത്തിലേക്കാണ് ഇപ്പോൾ മാറ്റിയത്.
കേരളം അഭിമാനപൂർവ്വം പറയുന്ന സാക്ഷരതയും സാംസ്കാരിക ബോധവും വെറും പുറംവഴി മാത്രമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പുറത്തുവന്ന ഈ 2 പീഡന വിവരങ്ങൾ നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ അടിത്തറയിളക്കുന്നതാണ്. ആലപ്പുഴ പുന്നപ്രയിൽ സ്വന്തം പിതാവും ബന്ധുക്കളും ചേർന്നാണ് ഒരു 14-കാരിയെ വർഷങ്ങളോളം വേട്ടയാടിയത്. അപ്പുറത്ത് കൊച്ചി എളമക്കരയിൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരി അവസാന ശ്വാസം വരെയും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുവെന്ന ശാസ്ത്രീയ തെളിവുകൾ പുറത്തുവരുന്നു. വീടിന്റെ ഉമ്മറപ്പടി കടക്കാൻ പേടിക്കുന്ന പെൺകുട്ടികളുടെ ഈ പുതിയ കേരളത്തെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും? പുന്നപ്രയിൽ നിന്ന് കേൾക്കുന്നത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല, മറിച്ചൊരു സംഘടിത ക്രൂരതയുടെ കഥയാണ്. ഇവിടെ വേട്ടക്കാരൻ ഒരാളല്ല, ഒരു സംഘം തന്നെയാണ്. സ്വന്തം പിതാവ്, അച്ഛന്റെ സഹോദരി, ഭർത്താവ്, അയാളുടെ മകൻ, അങ്ങനെ പോകുന്നു ആ പട്ടിക. 2 വർഷം 700-ലധികം ദിവസങ്ങൾ ആ കുട്ടി ആ നരകത്തിൽ കഴിഞ്ഞു. പുറത്തെറിഞ്ഞാൽ കൊല്ലുമെന്ന ഭീഷണിക്ക് മുന്നിൽ അവൾ വിറച്ചു നിന്നു. എന്നാൽ മൗനം വെടിഞ്ഞ് അവൾ ഒരു സുഹൃത്തിനോട് സംസാരിച്ച ആ നിമിഷമാണ് ഈ വലിയ ക്രിമിനൽ വലക്കണ്ണികൾ അഴിഞ്ഞു വീണത്. സ്വന്തം പിതാവിനെ പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടി എത്തിപ്പെടുമ്പോൾ അവിടെ തകർന്നത് നമ്മുടെ സാമൂഹിക സുരക്ഷാ കവചം കൂടിയാണ്. കൊച്ചി എളമക്കരയിലേത് കൊലപാതകവും ആത്മഹത്യയും മാത്രമാണെന്ന് കരുതി പോലീസിനെ ഞെട്ടിച്ചാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. മകൾക്ക് അച്ഛൻ നൽകിയത് മരണമായിരുന്നില്ല, മറിച്ച് മരണത്തിന് തൊട്ടു മുൻപും അവൾ അനുഭവിക്കേണ്ടി വന്നത് പൈശാചികമായ പീഡനമായിരുന്നു. 1 വർഷത്തോളമായി ആ 6 വയസ്സുകാരി നിശബ്ദയെ അനുഭവിച്ച വേദനകൾ പോസ്റ്റ്മോർട്ടം ടേബിളിൽ അക്കമിട്ട് നിരത്തപ്പെട്ടു. അമ്മയുടെ മൊഴികളിലെ അവ്യക്തതയും പോലീസിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമാണ്. തന്റെ കൺമുന്നിൽ വളർന്ന മകൾ 1 വർഷത്തോളമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും അത് അമ്മ അറിഞ്ഞില്ല എന്നത് വിശ്വസിക്കുവാൻ അന്വേഷണ സംഘത്തിന് പ്രയാസമാണ്. ആരാണ് ആ കുഞ്ഞിനെ വേട്ടയാടിയത്? ആത്മഹത്യ ചെയ്ത പിതാവാണോ, അതോ പുറത്തുനിന്നുള്ള മറ്റാരെങ്കിലുമാണോ? ഉത്തരം തേടി എളമക്കര പോലീസ് പോക്സോ വകുപ്പുകൾ ചേർത്ത് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ 2 കേസുകളും സമാനതകളും ഏറെയാണ്. 2 പെൺകുട്ടികളും ദീർഘകാലമായി പീഡനം അനുഭവിച്ചു. ഈ കാലയളവിലൊന്നും വീട്ടിലുള്ള മറ്റുള്ളവരോ അയൽപ്പക്കത്തുള്ളവരോ ഇത് അറിഞ്ഞില്ല എന്നത് ഗൗരവതരമാണ്. കുട്ടികളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ കുടുംബത്തിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നു. പീഡകർ പലപ്പോഴും വീടിനുള്ളിൽ തന്നെ ഉള്ളവരാകുമ്പോൾ പരാതികൾ മുക്കിക്കളയുവാനുള്ള പ്രവണതയുമേറും. ഈ വാർത്ത ഓരോ മാതാപിതാക്കൾക്കും ഓരോ അയൽവാസികൾക്കുമുള്ള മുന്നറിയിപ്പാണ്. കുട്ടികളോട് സംസാരിക്കുക, അവരുടെ നിശബ്ദതയെ ഭയപ്പെടുക. നിയമങ്ങൾ കർക്കശമായാൽ മാത്രം പോരാ, സ്വന്തം മക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഓരോ വീടും ഓരോ കാവൽപ്പുരയാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വരും തലമുറ നമ്മോട് ചോദിക്കും, ഞങ്ങൾ എവിടെയായിരുന്നു സുരക്ഷിതരെന്ന്.